നമസ്കാരം. ഞാനിപ്പോഴേ നമ്മുടെ ഈ വാഹനത്തിനെക്കുറിച്ച് 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു, നല്ലതും മോശവുമായിട്ടുള്ള. പക്ഷേ കൂടുതലും ആളുകൾ ഇതിൻ്റെ അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഈ ടാറ്റയുടെ സർവീസിനെ കുറിച്ചൊക്കെ. പക്ഷേ എൻ്റെ ഒരു അനുഭവം പറയാം. സർവീസ് എനിക്ക് പക്ക സർവീസ് കിട്ടി. എൻ്റെ വണ്ടി 78,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. 1.5 വർഷമായിട്ടുള്ള വണ്ടി. നല്ല യാത്രയുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റൂഫിംഗ് കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഒരുപാട് യാത്രകളുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനം വാങ്ങിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു 430 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വാഹനം അഡ്വർടൈസ്മെൻറ്റൊക്കെ കണ്ട് വാങ്ങിച്ചതാണ്. ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണ്, സ്ഥിരമായിട്ട് വണ്ടിയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് ഈ വീഡിയോകളൊക്കെ പറഞ്ഞത്. ഈ ബൈജു നായരെ പോലുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ്. പക്ഷേ ഇത് ഈ 430 പച്ചക്കള്ളമാണേ. ഒരു 300-350 കിലോമീറ്ററാണ് നമുക്ക് ആദ്യം ഫ്രഷായിരുന്ന സമയത്ത് കിട്ടിയത്. പിന്നീട് അത് കുറഞ്ഞു വന്ന്. അങ്ങനെ വണ്ടി ഞാൻ സർവീസിന് കൊണ്ട് കൊടുത്ത് പല പ്രാവശ്യവും റോഡിലൊക്കെ നിന്നുപോയി. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചപ്പം ഈ വണ്ടി ഞാൻ നേരെ എൻ്റെ ചാവിയും വണ്ടിയായിട്ട് ഭരണിക്കാവ് ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തു. ഇതിൻ്റെ ഷോറൂമിൻ്റെ സർവീസിന് കൊടുത്തു. അവർ 2-3 ദിവസം നിങ്ങൾ വെച്ച് ഉപയോഗിച്ചോളാം ഞാൻ പറഞ്ഞു. അവർ പക്കായിട്ട് 3 ദിവസം ഉപയോഗിച്ചിട്ട് പറഞ്ഞ്, സാർ ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, ഫുള്ള് ബാറ്ററി മാറിയെങ്കിലേ നമ്മുടെ വണ്ടി ഇനി മുന്നോട്ട് പോകുകയുള്ളൂ, അല്ലെങ്കിൽ സാറ് വഴിയിലൊക്കെ നിൽക്കും, അതുകൊണ്ട് നമുക്കൊരാഴ്ച സമയം വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ബാറ്ററി കംപ്ലീറ്റ് മാറി തരാമെന്ന് പറഞ്ഞു. ബാറ്ററി അങ്ങനെ മാറി തന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സർവീസിനകത്ത് പക്ക സർവീസ് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു ഗുണകരമായ കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരോട് പറയാം, പുതിയ ഐഡിയാസും മാറ്റങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. നിങ്ങളോട് 400-500 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് ഈ ടാറ്റ തരുന്ന വണ്ടി ഓടത്തില്ല എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഈ പുതിയ ബാറ്ററി വെച്ചപ്പോഴും എനിക്ക് 350 മേലെയൊന്നും വീണ്ടും മൈലേജ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഒരു 75,000 കിലോമീറ്ററോടെ ഇനി എനിക്ക് വണ്ടി കംപ്ലൈൻറ്റ് വരാതെ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതവർ തന്ന ഒരു വലിയ ഉപകാരമാണ്. അവരോട് നന്ദി പറയുകയാണ്. കാര്യം 22 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു വണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്റർ എങ്കിലും ഓടിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. ഏതായാലും പ്രിയമുള്ളവരെ, നിങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ 250 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കുന്ന ആളുകൾ ഈ വാഹനം വാങ്ങരുത്. വാങ്ങിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്ട്രാ വാഹനം കൂടെ വാങ്ങിച്ചു വേണം. പിന്നെ ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നമുക്ക് വീട്ടുകളിൽ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്ക് വേണ്ട വാട്ട്സ് നമ്മുടെ ലൈനിലില്ല. അതുകൊണ്ട് ഇത് കട്ട് ഓഫായി പോകും. അപ്പോൾ രാവിലെ അർജൻറ്റായിട്ടൊരു നമുക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വരുമ്പം വണ്ടി ചാർജ് ഉണ്ടാവില്ല. ഓക്കെ. കൂടാതെ നമുക്ക് രാത്രിയിലൊരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി മാത്രം പോരാ, ഒരു എക്സ്ട്രാ വണ്ടി കൊണ്ട് നമുക്കൊരു ഡീസലോ പെട്രോളോ വണ്ടി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എങ്കിൽ അവർക്ക് സുഖമായിട്ട്, നമ്മുടെ പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ട്, അവർക്കൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ അവരെ കൊണ്ടുപോകാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വേറെ ഏതെങ്കിലും വാഹനത്തിനെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് സ്വന്തം വണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഗമ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ വണ്ടി ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ ഇതാണ്. വണ്ടിയെക്കുറിച്ച് ഞാൻ ടാറ്റയെക്കുറിച്ചൊന്നും മോശമായിട്ട് പറയാൻ ഞാൻ ആളായിട്ടില്ല. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇത്തരം വാഹനങ്ങൾ വാങ്ങിച്ച ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്, അവരൊക്കെ ആയിട്ട് സംസാരിച്ച് നോക്കുക. 22 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു വണ്ടിയെക്കുറിച്ച് ആരും ഡീഗ്രേഡ് ചെയ്യത്തില്ല. ഞാനൊരു പൊതുവേ ആളുകളോടെല്ലാം സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. നമുക്കിപ്പോൾ പറയാമല്ലോ, സ്ത്രീധനം വാങ്ങിക്കുന്ന കേസിൽ തന്നെ പറയുകയാണെങ്കിൽ 2 രീതി പറയാം. വാങ്ങിച്ച് കെട്ടി എന്നുള്ള മേൽക്കോയ്മയും പറയാം, വാങ്ങിക്കാതെ കെട്ടി എന്നുള്ള മേൽക്കോയ്മയും പറയാം. ഈ രണ്ടും ഒരേ അർത്ഥമാണ്. അതുകൊണ്ട് ഞാനത് അർത്ഥമാക്കി പറഞ്ഞതേ ഉള്ളൂ ഒരു കാര്യം. അപ്പം ഞാൻ പറയുന്നത്, ഇത് വാങ്ങിച്ചിട്ട് പല ആൾക്കാരും നല്ലതാണെന്ന് തന്നെ പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഇത് മോശമാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ഇതിനെ ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് എടുക്കാം. നല്ലതായിട്ട് എടുക്കാം, മോശമായിട്ട് എടുക്കാം. 22 ലക്ഷം രൂപയ്ക്ക് ഇതേ ഫീച്ചറുള്ള 2-3 വാഹനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനൊരു ഓപ്ഷനൂടെ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പം ഇലക്ട്രിക് വണ്ടികൾ പലതും വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇനിയൊരു കാര്യം കൂടെ പറയാം. നെഗറ്റീവ് കമൻ്റായിട്ട് വന്നത്, നമ്മൾ ടൊയോട്ടയിൽ നിന്നും അതുപോലെ മാരുതിയിൽ നിന്നൊക്കെ നമ്മൾ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അങ്ങനെയൊക്കെ ഉള്ളൊരു സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് നല്ലതായിരുന്നു. അങ്ങനെയെങ്കിലും കാശൊക്കെ തരാൻ ആളുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ ആരും തരാൻ ഇല്ല. ഒരുപാട് നെഗറ്റീവുകൾ പറയാമായിരുന്നു. ഇതിൻ്റെ ഒരുപാട് പോരായ്മകൾ നമ്മളങ്ങനെ പറഞ്ഞു, ആരെങ്കിലും പൈസ തന്നിരുന്നെങ്കിൽ. പക്ഷെ സത്യം പറയുകയാണ്, അങ്ങനെയൊന്നും ആരും പൈസ തന്നിട്ടൊന്നുമല്ല സുഹൃത്തുക്കളെ. ഇത് വാങ്ങിക്കുന്ന ആളുകൾ അധ്വാനിക്കുന്ന പൈസയാണ്, വിയർപ്പൊഴിക്കുന്ന കാശാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫുകാരോടൊക്കെ പറയാം, നിങ്ങൾക്കൊന്നും പറ്റിയൊരു സാധനമല്ല. കയറ്റി വീട്ടിൽ കാർ പോർച്ചിൽ നിർത്തിയിട്ടിട്ട് പോകാൻ പറ്റുന്നൊരു വണ്ടിയേ അല്ല ഇത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന നിങ്ങളുടെ ഉപയോഗം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വാങ്ങുക.
ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ആക്റ്റീവ് ഓടിക്കുന്ന സുഖത്തിൽ നമുക്ക് പോവാം. ക്ലച്ചില്ല, അതുപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുക, ഒറ്റ ഡ്രൈവ് മോഡിലിടുക, പോവാം. ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു ഡ്രൈവിങ്ങിനകത്ത് കുറേ കംഫർട്ടായിട്ടുള്ള ഗുണമുണ്ട്. നല്ല ബാറ്ററിയുടെ വെയിറ്റ് ഉണ്ടായതുകൊണ്ട് റോഡിൽ കുറച്ച് സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒരു അഡ്വാൻറ്റേജാണ്. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ വളരെ പ്രശ്നമാണ്. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, 70,000 കിലോമീറ്റർ ആകത്തായപ്പോഴത്തേനും ഒരു പുതിയ വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി പോകുക എന്ന് പറയും. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടാറ്റ വാഹനം വാങ്ങാൻ പോകുമ്പോൾ ഇതെനിക്ക് വേണോ, എനിക്ക് പറ്റിയതാണോ? ഒരുപാട് മറ്റ് കമ്പനികളൊക്കെ വാഹനങ്ങൾ ഇറക്കുന്നുണ്ട്, അതൊക്കെ 0-ൽ ഓടും. പക്ഷേ ഇതൊരു 10% താഴെ വണ്ടി ഓടിക്കരുതെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 25% താഴെ ഇതിൻ്റെ ബാറ്ററി ചാർജ് വരാൻ പാടില്ല. അതിനു മുന്നേ നമ്മളത് മേക്കപ്പ് ചെയ്ത് എവിടെയെങ്കിലും ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് കൂടുതൽ ചെയ്യരുത്, വീട്ടിൽ തന്നെ ചാർജ് ചെയ്യണം എന്നൊക്കെയാണ് ഒരു നിർദ്ദേശം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ അതായത് നമ്മൾ ഗുളിക കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നത് പോലെ അത്രയും സുരക്ഷിതമായിട്ടും സേഫ്റ്റി ആയിട്ടും സമയം അനുസരിച്ചും നമ്മൾ ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കിട്ടിയൊരു ഈ ബാറ്ററി മാറാൻ ചെന്നപ്പോൾ കിട്ടിയൊരു അഡ്വൈസാണ് അത്. വണ്ടി വാങ്ങുന്ന സമയത്ത് ഒരു അഡ്വൈസ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വാഹനം വാങ്ങില്ലായിരുന്നു. അപ്പം നന്ദി, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Kerala-based roofing specialist. Looktop Roofing appears to be a roofing company based in Kollam, Kerala, India.